Good afternoon. So today we are going to discuss about the eightfold way. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലല്ലേ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? ഓക്കെ, കോക്സിനെ കുറിച്ച് പറഞ്ഞു. സ്ട്രേഞ്ച്നെസ് നമ്പർ അല്ലെ, എന്താണ് സ്ട്രേഞ്ച്നെസ് നമ്പർ? ദെൻ ഐസോസ്പിൻ എന്താണ്? തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ എന്താണ്? ദെൻ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ഹൈപ്പർ ചാർജ്, റൈറ്റ്? ഹൈപ്പർ ചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ ജെൽമാൻഡ് ഇക്വേഷൻ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത്. അതായത് മെയിൻലി നമ്മൾ ഹാഡ്രോൺസുകളുടെ അല്ലെ ഹാഡ്രോൺസുകളുടെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാണ്, അവരുടെ ഐസോസ്പിൻ എത്രയാണ്, അവരുടെ ഹൈപ്പർ ചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കിയത്. സോ നമുക്കറിയാം എന്താണ് ഹാഡ്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾ വിച്ച് എക്സ്പീരിയൻസസ് ദ സ്ട്രോങ് ഇന്ററാക്ഷൻ അല്ലെ. സ്ട്രോങ് ഇന്ററാക്ഷൻസിൽ മറന്നു പോകരുത്. നമ്മൾ എന്നും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന വെച്ചാൽ ഹാഡ്രോൺസിന്റെ ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ ഹാഡ്രോൺസ് എന്താണ്? ഹാഡ്രോൺസ് എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ യെസ്, ഹാഡ്രോൺസിൽ വരുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ്? ദേ എക്സ്പീരിയൻസസ് ദ സ്ട്രോങ് ഇന്ററാക്ഷൻ. അവരെന്താണ്? സ്ട്രോങ് ഇന്ററാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. മാത്രമല്ല ഹാഡ്രോൺസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ മീസോൺസ് ആൻഡ് പിന്നെ ഏതാണ്? ബേരിയോൺസ് അല്ലെ. ബേരിയോൺസ് ഒന്നും മീസോൺസിനെയാണ് നമ്മൾ മെയിൻലി ഹാഡ്രോൺസ് എന്ന് പറയുന്നത്. സോ അതിൽ വരുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞതാണല്ലേ. ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ദെൻ സിഗ്മ പ്ലസ്, സിഗ്മ മൈനസ്, സിഗ്മ സീറോ, അങ്ങനെ ഒരുപാട് എന്താണ് പാർട്ടിക്കിൾസ് ഉണ്ട് ഹാഡ്രോൺസിൽ വരുന്നത്. നൗ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എയ്റ്റ് ഫോൾഡ് വേ ആണ്. എന്താണ് ഈ എയ്റ്റ് ഫോൾഡ് വേ? അല്ലെ, നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇവിടെ. അപ്പൊ എന്താണ് എയ്റ്റ് ഫോൾഡ് വേ എന്ന് പറഞ്ഞാല്? അതാണ് എന്താന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സിമ്പിൾ ആണ്. എയ്റ്റ് ഫോൾഡ് വേ, ആ പേരിൽ നിന്ന് രണ്ട് എട്ട് അല്ലെ, റിലേറ്റഡ് ആണ്. നോക്കാം. എയ്റ്റ് ഫോൾഡ് പറയുന്നതിന് മുന്നേ നമ്മളുടെ പീരിയോഡിക് ടേബിൾ ഇല്ലേ കെമിസ്ട്രിയിലെ, അല്ലെ, മെന്റലിന്റെ പീരിയോഡിക് ടേബിൾ. സോ അതിലെന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? എലമെന്റ്സുകൾ അല്ലെ. എന്താണ്? അതിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റ്സുകൾ എന്ത് ചെയ്തിട്ടാണ്? ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടാണ് ബേസ്ഡ് ഓൺ അവരുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസിന്റെ ബേസിസിൽ ഓരോ എലമെന്റ്സുകൾ എന്താണ് ഇങ്ങനെ സെർട്ടൻ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ സെർട്ടൻ പീരീഡ് ആയിട്ടല്ലേ. ഇപ്പൊ 7 പീരീഡ് എന്താണ് 18 ഗ്രൂപ്പ്സ് അങ്ങനെ എന്താണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു അറേഞ്ച്മെന്റ് ആണ്. അറേഞ്ച്മെന്റ് ഓഫ് വാട്ട്? എലമെന്റ്സുകളെ എന്താണ്? എലമെന്റ്സുകൾ, അതിപ്പോ ഹൈഡ്രജൻ, ഹീലിയം, ഇങ്ങനെ ഒരുപാട് എന്താണ് എലമെന്റ്സുകൾ ഉണ്ട്. ഇപ്പൊ ഇവരെന്ത് ചെയ്തൊക്കെയാണ് എന്താണ് ചില അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി, ചില എലമെന്റ്സുകളൊക്കെ ഒരു സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നവരൊക്കെ ഒരു ഗ്രൂപ്പിൽ അല്ലെ. ദെൻ അടുത്ത അങ്ങനെ സിമിലർ കാണിക്കുന്നവരൊക്കെ ഓരോരോ ഗ്രൂപ്പിലിട്ടു. അങ്ങനെ എന്താണ് ഒരു അറേഞ്ച്മെന്റ് അല്ലെ, എലമെന്റ്സുകളുടെ അറേഞ്ച്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. സോ ആ ഒരു സെയിം കൺസെപ്റ്റ് ആണ്. ഓക്കെ, ആ ഒരു സെയിം കൺസെപ്റ്റ് ആണ് ആക്ച്വലി എയ്റ്റ് ഫോൾഡ് വേ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പാർട്ടിക്കിൾ ഫിസിക്സിൽ, ഓക്കെ, നമ്മളിപ്പോ കെമിസ്ട്രിയിലാണ് പീരിയോഡിക് ടേബിൾ പറഞ്ഞത്. സോ നമ്മളുടെ പാർട്ടിക്കിൾ ഫിസിക്സിലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ, ഓക്കെ, പാർട്ടിക്കിൾ ഫിസിക്സിലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസുകളെ ഇതുപോലെ നമ്മൾ എന്താണ് ഒന്ന് അറേഞ്ച് ചെയ്യാണ്. ഒരു സെർട്ടൻ അറേ ആയിട്ട് അല്ലെങ്കിൽ അവരെ ഒരു സെർട്ടൻ ജോമെട്രിക്കൽ ആയിട്ട് നമ്മൾ അവരെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി ഈ എയ്റ്റ് ഫോൾഡ് വേ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. So, okay, eightfold way is similar to that of periodic table, but for subatomic particles. Okay, നമ്മൾ എന്താണ് eightfold way എന്ന് പറയുന്നത്? പീരിയോഡിക് ടേബിളിന് സിമിലർ ആണ്. പീരിയോഡിക് ടേബിളിൽ നമ്മൾ എന്താണ് എലമെന്റ്സുകളെയാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ. അവരെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എയ്റ്റ് ഫോൾഡ് വേയിൽ എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ചെയ്യുന്നത് അറേഞ്ച് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് ആണ്. ആരാണ് ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്? യെസ്, നമുക്കറിയാം നമ്മുടെ ഹാഡ്രോൺസുകൾ, അതായത് ബേരിയോൺസ്, മീസോൺസ്, ഇവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാഡ്രോൺ പാർട്ടിക്കിൾ അല്ലെങ്കിൽ എന്താണ് ഹാഡ്രോൺ പാർട്ടിക്കിൾസിനെ, ബേരിയോൺസിനെയും മീസോൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലെ ക്ലാസിഫൈ ചെയ്ത് ഒരു അറേ ആക്കിയിട്ട്, ഒരു അറേഞ്ച്മെന്റ് ആക്കിയിട്ട് വെക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എയ്റ്റ് ഫോൾഡ് വേ എന്ന് പറയുന്നത്. നോക്കിയ ഡെഫിനിഷൻ. Eightfold way is an organizational scheme or classification of hadron particles in groups, chart or geometrical patterns. ഓക്കെ, എന്താണ് eightfold way എന്ന് പറയുന്നത്? എന്താണ്? ഹാഡ്രോൺ പാർട്ടിക്കിൾസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. എങ്ങനെയാണ് അവരെ ക്ലാസിഫൈ ചെയ്യുന്നത്? എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? യെസ്, ഗ്രൂപ്പ്സുകളോ ചാർട്ടുകളോ അല്ലെങ്കിൽ ജിയോമെട്രിക് പാറ്റേൺസുകളായിട്ട് അല്ലെ. ജിയോമെട്രിക് പാറ്റേൺസുകളായിട്ട് ഹാഡ്രോൺ പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു. ബേസ്ഡ് ഓൺ സെയിം സ്പിൻ ബട്ട് ഡിഫറെന്റ് ചാർജസ് ആൻഡ് സ്ട്രേഞ്ച്നെസ്.
ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടന്റ് പോയിന്റ്. എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. എയ്റ്റ് ഫോൾഡ് വേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഡ്രോൺ പാർട്ടിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. എന്തായിട്ട്? ജോമെട്രിക്കൽ പാറ്റേൺസുകളായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ടോ സെർട്ടൻ ചാർട്ട്സുകളായിട്ടോ ഒക്കെ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എയ്റ്റ് ഫോൾഡ് വേ എന്ന് പറയുന്നത്. പക്ഷേ എന്തിന്റെ ബേസിസിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ സെയിം സ്പിൻ. അതായത് ഒരേ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനെയൊക്കെ ആ ബേസിസിൽ, അതായത് ഒരേ സ്പിന്നുള്ള സബറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ ഒരു ഗ്രൂപ്പിൽ, അങ്ങനെ വരുന്ന രീതിയിൽ സെയിം സ്പിന്ന് വരുന്ന പാർട്ടിക്കിൾസ് എല്ലാം ഒരു ഗ്രൂപ്പിൽ, ബട്ട് ഡിഫറെന്റ് ചാർജസ് ആൻഡ് സ്ട്രേഞ്ച്നെസ്. പക്ഷെ അങ്ങനെ സെയിം സ്പിന്ന് ഉള്ള പാർട്ടിക്കിൾസിന് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് എന്താവണമെന്നില്ല, അവരുടെ ചാർജ് സെയിം ആവണമെന്നില്ല. അവരുടെ ചാർജും ഡിഫറെന്റ് ആയിരിക്കും, അതുപോലെ തന്നെ അവരുടെ സ്ട്രേഞ്ച്നെസ്, ക്വാണ്ടം നമ്പറും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ എയ്റ്റ് ഫോൾഡ് വേ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ എന്താണ് ഇത് കണ്ടോ, ഡിഫറെന്റ് സ്ട്രേഞ്ച്നെസ്. സെയിം സ്പിൻ ആയിരിക്കും, സ്പിന്ന് സെയിം ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ഒരു ഗ്രൂപ്പിൽ വരിക, ബട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആ പാർട്ടിക്കിൾസിന്റെ ചാർജും അതുപോലെ തന്നെ സ്ട്രേഞ്ച്നെസ് എന്തായിരിക്കണമെന്നില്ല, സെയിം ആയിരിക്കണമെന്നില്ല. ഇറ്റ് വിൽ ബി ഡിഫറെന്റ്, ഇറ്റ് മസ്റ്റ് ബി ഡിഫറെന്റ്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു വാട്ട് യു മീൻ ബൈ സ്ട്രേഞ്ച്നെസ്, ക്വാണ്ടം നമ്പർ ഓർ സ്ട്രേഞ്ച്നെസ്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എസ് അല്ലെ. എന്തായിരുന്നു സ്ട്രേഞ്ച്നെസ്? സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ സ്ട്രേഞ്ച് പാർട്ടിക്കിൾ ആണെന്ന് നമ്മൾ എപ്പോഴാ പറയാ? ദാറ്റ് വി ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, റൈറ്റ്? യെസ്, എന്താണ്? ഒരു പാർട്ടിക്കിൾ സ്ട്രേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴാണ്? there are certain particles which create by strong interaction but decayed through weak interaction. അതായത് സ്ട്രോങ് ഇന്ററാക്ഷനിലൂടെ കൂടെ ഉണ്ടാവുകയും പക്ഷെ അവർ ഡീക്കേ ചെയ്തു പോകുന്നത് എങ്ങനെയാണ്? വീക്ക് ഇന്ററാക്ഷനിലൂടെ. ഇങ്ങനെ ഇത്തരം സ്ട്രേഞ്ച് ബിഹേവിയർ കാണിക്കുന്ന പാർട്ടിക്കിളിനെയാണ് നമ്മൾ സ്ട്രേഞ്ച് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, അല്ലെ? സോ അങ്ങനെയുള്ള സ്ട്രേഞ്ച് പാർട്ടിക്കിൾസിനെ അസോസിയേറ്റ് ഉള്ള ക്വാണ്ടം നമ്പർ ആണ് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ, ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എസ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്താണ് വെച്ചാൽ നമ്മളുടെ ഹാഡ്രോൺസുകളുടെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ഒക്കെ എഴുതിയിരുന്നു, അല്ലെ? ഇപ്പൊ പ്രോട്ടോൺ നോക്കിയേ, പ്രോട്ടോണിന്റെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ എത്രയാ? 0 ആണ്. പ്രോട്ടോണിന്റെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താ? പ്രോട്ടോണിൽ എന്തില്ല? സ്ട്രേഞ്ച് കോർക്ക് ഇല്ല. പ്രോട്ടോൺ ഈസ് മേഡ് അപ്പ് ഓഫ് UUD, 2 up cork and 1 down cork. That means പ്രോട്ടോണില് എന്തില്ല? സ്ട്രേഞ്ച് കോർക്ക് ഇല്ല. സോ ഇറ്റ് ഹാസ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് 0 അല്ലെ? അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ജസ്റ്റ് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ എയ്റ്റ് ഫോൾഡ് വേ എന്ന് പറയുന്നത് എന്താണ്? ഈ ഹാഡ്രോൺ പാർട്ടിക്കിൾസിനെ, അതായത് നമ്മളുടെ ബേരിയോൺസിനെയും മെസോൺസിനെയും, ഇവരെ നമ്മൾ എന്താണ് അറേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നു. എങ്ങനെ? ബേസ്ഡ് ഓൺ സെയിം സ്പിൻ, ഒരേ സ്പിന്നുള്ളവരെല്ലാം ഒരു ഗ്രൂപ്പ് ആക്കുന്നു. ദേ ഹാവ് ഡിഫറെന്റ് ചാർജസ് ആൻഡ് ഡിഫറെന്റ് സ്ട്രേഞ്ച്നെസ്. ഈ രണ്ട് പോയിന്റ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ചാർജും ഡിഫറെന്റ് ആയിരിക്കും, അതുപോലെ തന്നെ അവരുടെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പറും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ സിമ്പിൾ ആണ്. ഇത് എന്തിന്റെ എയ്റ്റ് ഫോൾഡ് വേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഓർക്കണം? കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ. അവരെ നോക്കിയാൽ നിങ്ങൾ അവിടെ എങ്ങനെയാണ്? അവിടെ ഇപ്പൊ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്, അല്ലെ? ഹൈഡ്രജൻ, ഹീലിയം, സോഡിയം, പൊട്ടാസ്യം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എലമെന്റ്സുകൾ ഉണ്ട്. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും എന്താ നോക്കിയാൽ ഇവരിൽ എല്ലാം ഉള്ള പാർട്ടിക്കിൾസ് എന്താണ്? സെയിം അല്ലേടാ? ദാറ്റ് മീൻസ് ഇപ്പൊ ഹീലിയം എടുത്താലും സോഡിയം എടുത്താലും ഏത് എലമെന്റ് എടുത്താലും ഇവരിൽ എല്ലാവരും ഉള്ള പാർട്ടിക്കിൾസ് ഏതൊക്കെയാ? പ്രോട്ടോൺസും ഇലക്ട്രോൺസും ന്യൂട്രോൺസും, അല്ലെ? ഈ 3 പാർട്ടിക്കിൾസ് ആണ് എല്ലാ എലമെന്റ്സിലും ഉള്ളത്, അല്ലെ? പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും, വേറെ ഏതുള്ളല്ലോ. പക്ഷേ പിന്നെ ഇവരെ വ്യത്യസ്തമാക്കുന്ന എന്താണ്? അല്ലെങ്കിൽ ഇവർക്ക് പലർക്കും പല ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് എന്തുകൊണ്ടാണ്? ആ കോമ്പോസിഷനിലുള്ള ഡിഫറൻസ്, അല്ലെ? ഇപ്പൊ ഹീലിയത്തിലുള്ള പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണമല്ല സോഡിയത്തിലുള്ളത്. അതല്ലേ ഡിഫറൻസ് ഉള്ളൂ. ഇവര് രണ്ടുപേരിലുമുള്ള ആളുകൾ ആരൊക്കെയാണ്? പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും തന്നെയാണ്. പക്ഷെ അവരുടെ കോമ്പോസിഷൻ, അല്ലെ? ആ കോമ്പിനേഷൻ അത് എന്താണ്? ഓരോ എലമെന്റിലും ഡിഫറെന്റ് ആണ്. അതിന്റെ ബേസിസിലാണ്. അപ്പോൾ അങ്ങനെ എന്താണ്? ചില എലമെന്റ്സുകളെല്ലാം ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. സോ അവരെ നമ്മളൊരു ഗ്രൂപ്പിൽ ഇട്ടു. അങ്ങനെയല്ലേ നമ്മൾ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് എന്നൊക്കെ പറഞ്ഞ് പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന് എന്താ വിളിച്ചത്? എയ്റ്റ് ഫോൾഡ് വേ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഈ ഒരു പേര് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഫെമിലിയർ ആയിട്ടുണ്ടോ? എയ്റ്റ് ഫോൾഡ് വേ എന്നുള്ള ഒരു എന്താണ് എയ്റ്റ് ഫോൾഡ് വേ എന്നുള്ള ഒരു നമ്മളുടെ പേര് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
നമ്മളെ ബുദ്ധിസം അല്ലെ, നമ്മള് ബി.എഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫിലോസഫിയിൽ നമ്മൾ എന്താണ് ബുദ്ധിസത്തിൽ നമ്മൾ എയ്റ്റ് ഫോൾഡ് വേ പഠിക്കുന്നുണ്ടല്ലേ. സോ ആ ഒരു ഇൻഫ്ലുവൻസിൽ കൂടിയാണ് ഈ ഒരു പേര് എന്താണ് നമ്മളുടെ ജെൽമാൻ കൊടുത്തിട്ടുള്ളത്. സോ ഈ എയ്റ്റ് ഫോൾഡ് വേ ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ മുറേ ജെൽമാൻ ആൻഡ് യുവൽ നീമാൻ. സോ ആക്ച്വലി ഇവർ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഈ ഒരു എയ്റ്റ് ഫോൾഡ് വേ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ജെൽമാൻ ആൻഡ് യുവൽ നീമാൻ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾ ആരെയാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്, ഹാഡ്രോൺസുകളെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഹാഡ്രോൺസിൽ ആരൊക്കെ ഉണ്ട്, ഹാഡ്രോൺസുകൾ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ്, സെക്കൻഡ്, ഹാഡ്രോൺസുകൾ നമ്മൾ ഹാഡ്രോൺസുകളെയാണ് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ, സോറി ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഹാഡ്രോൺസുകൾ നമ്മൾ എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബേരിയോൺസും അതുപോലെ തന്നെ മെസോൺസും. ഓക്കെ, സോ ഈ ബേരിയോൺസ് എന്ന് പറയുന്നത് ആരാണ് ആക്ച്വലി, ബേരിയോൺസ് എന്ന് പറയുന്നത് ആരാണ്, ദേ ആർ ഫെർമിയോൺസ് അല്ലേ. നമ്മളെ ഫസ്റ്റ് ക്ലാസ് ആ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ മറന്നു പോകരുത്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതില്ലാതെ നമുക്ക് പാർട്ടിക്കിൾ ഫിസിക്സിൽ ഒന്നും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആ ക്ലാസിഫിക്കേഷൻ എടുത്തത്, ഓരോന്നിലും വരുന്ന പാർട്ടിക്കിൾസ് എടുത്തത്, അവരെ ഡീറ്റെയിൽസ് പറഞ്ഞത്. സോ ഏതൊക്കെ ബേരിയോൺ എന്ന് പറയുന്നത് ഒരു ഫെർമിയോൺ ആണെന്നും, ഫെർമിയോൺ ആകുമ്പോൾ അതിന്റെ സ്പിൻ എത്രയാ, അതൊരു ഹാഫ് ഇൻറ്റിജർ സ്പിൻ ആയിരിക്കും, ബേരിയോൺസ് എന്ന് പറയുന്നത്, ബിക്കോസ് ദേ ആർ ഫെർമിയോൺസ് ആൻഡ് ദേ ഒബേ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൾ. ഓക്കെ, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇതറിയാതെ നമുക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റില്ല. സോ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ബാക്കി നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിയേ, ബേരിയോൺ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഫെർമിയോൺ ആണ്, അതിന് ഹാഫ് ഇൻറ്റിജർ സ്പിൻ ആണ്, ആൻഡ് ഇറ്റ് ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൾ. ദെൻ മീസോൺ എന്ന് പറയുന്നത് ഒരു ബോസോൺ ആണ് അല്ലെ, ഇറ്റ് ഈസ് എ ബോസോൺ, ദാറ്റ് മീൻസ് ഇൻറ്റിജർ സ്പിൻ ആണ് അതിനുള്ളത്. ഓക്കെ, 1 2 3 എന്ന് പറയുന്ന 0 1 2 3 എന്ന് പറയുന്ന ഇൻറ്റിജർ സ്പിൻ ആയിരിക്കും. ആൻഡ് ദേ ഡു നോട്ട് ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൾ. അവരെന്ത് ഒബേ ചെയ്യുന്നില്ല, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളെ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ അല്ലെ. സോ ഇങ്ങനെയുള്ള ഈ ബേരിയോൺസിനെയും മെസോൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, ബേരിയോൺസിനും മെസോൺസിനും അവരുടെ രണ്ടുപേരുടെയും സ്പിന്ന് സെയിം അല്ലല്ലോ. ബേരിയോൺസിന്റെ സ്പിൻ എത്രയാണ്, ഹാഫ് ഇൻറ്റിജർ സ്പിൻ ആണ്, അത് ഹാഫ് ഇൻറ്റിജർ ആണ്. അപ്പോൾ 1/2 ആവും, 3/2 ആവും, അങ്ങനെ പോകും അല്ലെ. അതുപോലെ മെസോൺസിന്റെ സ്പിൻ എത്രയാ, ഇൻറ്റിജർ സ്പിൻ ആണ്, ദാറ്റ് മീൻസ് 0 1 2 അങ്ങനെ ഇൻറ്റിജർ സ്പിൻ ആണ് ആർക്കുള്ളത്, മെസോൺസുകൾ. അപ്പൊ ഇവർ രണ്ടുപേരും എന്താ വ്യത്യസ്തമായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യണം, ബിക്കോസ് എന്താണ്, സ്പിന്ന് ഡിഫറെന്റ് ആണ്. നമ്മൾ പറഞ്ഞു എയ്റ്റ് ഫോൾഡ് വേ എന്ന് പറയുന്നതാണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെയിം സ്പിൻ അല്ലെ, ഒരേ സ്പിന്നിൽ വരുന്ന പാർട്ടിക്കിൾസിനെല്ലാം ഒരുമിച്ച് അങ്ങനെയല്ലേ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മളുടെ ബേരിയോൺസിനെ, ഹാഫ് സ്പിന്നുള്ള ബേരിയോൺസിനെ, ഓക്കെ, നമ്മളിപ്പോ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്ന ആരെയാണ്, ഹാഫ് സ്പിന്നുള്ള ബേരിയോൺസിൽ ഒരുപാട് സബറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. ബേരിയോൺസിനെ തന്നെ നമ്മൾ ബേരിയോൺ, ഇപ്പൊ നമ്മൾ ആരെയാണ് ഇനി ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്, ബേരിയോണിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എയ്റ്റ് ഫോൾഡ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ബേരിയോണില് ആരൊക്കെ ഉണ്ടായിരുന്നോടാ, ബേരിയോൺസിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അവരുടെ എന്താണ് മാസ് ഇതൊക്കെ വെച്ചിട്ട്, ലൈറ്റ് പാർട്ടിക്കിൾസും മാസ് വെച്ചിട്ട് ന്യൂക്ലിയോൺസ് എന്നും ഹൈപ്പറോൺസ് എന്നും നമ്മൾ അവരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ബേരിയോൺസിനെ വീണ്ടും ഡിവൈഡഡ് ഇൻടു ന്യൂക്ലിയോൺസ് ആൻഡ് ഹൈപ്പറോൺസ്. ന്യൂക്ലിയോൺസിൽ വരുന്നതാണ് ആര്, പ്രോട്ടോണും ന്യൂട്രോണും. ദെൻ ഹൈപ്പറോൺസിലാണ് നമ്മളുടെ ബാക്കിയുള്ള എന്താണ് സിഗ്മ, സൈ, ലാംഡ ഈ പാർട്ടിക്കിൾസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇവരെയാണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമ്പോൾ നോക്കിയേ, എയ്റ്റ് ഫോൾഡ് വേ arranged the baryons and mesons into weird geometrical patterns according to their charge and strangeness അല്ലെ. അവരുടെ വിത്ത് സെയിം സ്പിൻ ആണ്, അവരുടെ ചാർജും സ്ട്രേഞ്ച്നെസ്സും അനുസരിച്ച്, വിച്ച് മീൻസ് ചാർജും സ്ട്രേഞ്ച്നെസ്സും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, ബേരിയോൺസിനെയും മെസോൺസിനെയും ജോമെട്രിക്കൽ പാറ്റേൺസുകളായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് ബേരിയോൺ
octet. Okay, first classification ആണ് baryon octet. That means lightest baryon. നമ്മൾ എന്ത് ചെയ്തു? ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ബേരിയോൺസിനെ എടുത്തു. അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അറേ ആയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് പോകണം. ഓക്കെ ഓക്കെ, അപ്പൊ അതിൽ നോക്കിക്കേ, നമ്മളെടുത്ത ബേരിയോൺസ് ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ന്യൂട്രോൺ, ദെൻ എന്താണ്? സിഗ്മ മൈനസ്, സിഗ്മ 0, സിഗ്മ പ്ലസ്, ലാംഡ, ദെൻ psi or cascade minus and psi 0. ഓക്കെ, ഇങ്ങനെ ഈ പാർട്ടിക്കിൾസ് ഒന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? പ്രോട്ടോ 1 2 3 4 5 6 7 8 പാർട്ടിക്കിൾസ് ആണ് നമുക്കുള്ളത് അല്ലെ. നമ്മളിവിടെ 8 പാർട്ടിക്കിൾസിനെയാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ 8 പാർട്ടിക്കിൾസും എന്താണ്? ബേരിയോൺസ് ആണ്. സോ ദേ ആർ കാൾഡ് ബേരിയോൺ ഒക്ടറ്റ്. സോ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷനെ പറയുന്ന പേരെന്താണ്? ബേരിയോൺ octet. Octet means എന്താണ്? 8 എന്നുള്ള മീനിങ് അല്ലേ. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കാൾഡ് ബേരിയോൺ ഒക്ടറ്റ്. ഇനി നമ്മൾ ഈ 8 പാർട്ടിക്കിൾസിനെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? അറേഞ്ച്ഡ് ആസ് എ ഹെക്സഗണൽ അറേ. നോക്കിയേ, കണ്ടോ ഇവിടെ ഒരു ഹെക്സഗണൽ അല്ലേ വരച്ചിട്ടുള്ളത്? ഒരു നമുക്ക് ഇവിടെ നോക്കാം. ഒരു ഹെക്സഗണൽ അറേ ആയിട്ടാണ് നമ്മൾ ഈ 6 പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്യുന്നത് അല്ലേ. ഒരു ഹെക്സഗൺ ആയിട്ട് നമ്മൾ ഈ 6 പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്യും. ഓക്കെ, ഒരു ഹെക്സഗൺ. അപ്പൊ ഇതിൽ എങ്ങനെയാണ് നമ്മൾ പാർട്ടിക്കിൾസിനെ വെക്കുന്നത്? ആദ്യം ഇവിടെ പ്രോട്ടോണ്, ദെൻ ന്യൂട്രോണ്, ദെൻ സിഗ്മ മൈനസ്, സെന്ററിൽ സിഗ്മ പ്ലസും ലാംഡയും, ദെൻ സിഗ്മ 0യും ലാംഡയും, ദെൻ ഇവിടെ സൈ മൈനസും സൈ 0യും അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ 8 പാർട്ടിക്കിൾസിന് എന്ത് ചെയ്തിട്ടുള്ളത്? അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ പേര് എന്താണ്? ബേരിയോൺ ഒക്ടറ്റ്. ബിക്കോസ് ഇതിൽ 8 ബേരിയോൺ പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഇനി നോക്കിക്കുക, ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ അറേഞ്ച് ചെയ്താണോ? റാൻഡം ആയിട്ട്, പെർട്ടിക്കുലർലി ഒരു ഇത് നോക്കാതെ റാൻഡം ആയിട്ട് ഇവിടെ പ്രോട്ടോണോ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ന്യൂട്രോണോ കൊടുക്കാം, അങ്ങനെ അറേഞ്ച് ചെയ്തതാണോ? ഒന്ന് നോക്കിയേ. നമ്മൾ ജസ്റ്റ് എന്താണ്? റാൻഡം ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിഗ്മ മൈനസ് നമ്മൾ വെറുതെ സിഗ്മ മൈനസിന് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കൊടുത്തിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? അത് സിഗ്മ മൈനസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രോട്ടോൺ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ കൊടുത്തുകൂടാം? ഓക്കെ, അവിടെയാണ് നമ്മൾ പറഞ്ഞ സ്ട്രേഞ്ച്നെസിന്റെയും അതുപോലെ തന്നെ ചാർജിന്റെയും ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ വെറുതെ റാൻഡം ആയിട്ട് അവരെ എന്ത് ചെയ്തിട്ടില്ല? അറേഞ്ച് ചെയ്തതല്ല. ഓക്കെ, റാൻഡംലി നമ്മൾ അറേഞ്ച് ചെയ്തതല്ല, പകരം നമ്മൾ എന്താണ്? സെർട്ടൻ ആക്സിസ്, ഇവിടെ കണ്ടോ ഇങ്ങനെ ഈ ലൈൻസിലാണ് നമ്മൾ ഇവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ഇവിടെ ഏതൊക്കെ ലൈൻസ് ഉണ്ട്? ഫസ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ കണ്ടോ, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട് അല്ലെ. ഈ ഹൊറിസോണ്ടൽ ലൈൻസ്, ഇവിടെയും ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, ഇവിടെയും ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ട്രേഞ്ച്നെസ് ആക്സിസ്. അവിടെയാണ്, അല്ലെങ്കിൽ എന്താണ്? സ്ട്രേഞ്ച്നെസ് നമ്പർ ആണ് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻസ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്ട്രേഞ്ച്നെസ് നമ്പർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ പാർട്ടിക്കിൾസിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ. ദാറ്റ് മീൻസ് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിലുള്ള എല്ലാ പാർട്ടിക്കിളിനും ഒരേ സ്ട്രേഞ്ച്നെസ് നമ്പർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ലൈനിലുള്ള എല്ലാ സബറ്റോമിക് പാർട്ടിക്കിൾസിനും സെയിം സ്ട്രേഞ്ച്നെസ് നമ്പർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻസിലുള്ള എല്ലാ സബറ്റോമിക് പാർട്ടിക്കിൾസിനും സെയിം സ്ട്രേഞ്ച്നെസ് നമ്പർ ആയിരിക്കും. വിച്ച് മീൻസ് ഒരേ സ്ട്രേഞ്ച്നെസ് ഉള്ളവരെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേ ഹൊറിസോണ്ടൽ ലൈനിൽ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ്? പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ആണ് ഈ ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്കറിയാം അവരുടെ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. കണ്ടോ, ഇവർക്ക് രണ്ടുപേർക്കും ഒരേ സ്ട്രേഞ്ച്നെസ് ആണ്. സോ അവരെ രണ്ടുപേരെയും നമ്മൾ ഫസ്റ്റ് ഹൊറിസോണ്ടൽ ലൈനിൽ പ്ലേസ് ചെയ്തു. സ്ട്രേഞ്ച്നെസ് നമ്പർ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും 0 ആവാൻ കാരണം എന്താണ്? അവരിൽ എന്തില്ല? സ്ട്രേഞ്ച് കോർക്കില്ല. സ്ട്രേഞ്ച് കോർക്ക് ആബ്സെന്റ് ആണ്. സോ ദേ ഹാവ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് 0. ഇനി നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ നോക്കിയേ, അതിൽ ആരൊക്കെയാണ് പാർട്ടിക്കിൾസ് ഉള്ളത്? സിഗ്മ മൈനസ്, സിഗ്മ 0, ദെൻ സിഗ്മ പ്ലസ്, ദെൻ ലാംഡ അല്ലെ. ഈ 4 പാർട്ടിക്കിൾസും ഏതിലാണുള്ളത്? നമ്മുടെ രണ്ടാമത്തെ ഹൊറിസോണ്ടൽ ലൈനിലാണ്. ഇവരുടെ എല്ലാവരുടെയും സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാ? -1 ആണ്. ദേ ഹാവ് ദ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് -1. ഓക്കെ, -1 എന്ന് പറയുമ്പോൾ എന്താ മീനിങ്?
ദാറ്റ് മീൻസ് അവരിൽ ഒരു സ്ട്രേഞ്ച് കോർക്ക് പ്രസന്റ് ആണ് എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടില്ലേന്നോ ഒരു സ്ട്രേഞ്ച് കോർക്കാണ് പ്രസന്റ് എന്നുണ്ടെങ്കിൽ -1 ആണ്. ഇനി ഒരു ആന്റി സ്ട്രേഞ്ച് കോർക്ക് ആണെന്നുണ്ടെങ്കിൽ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയായിരിക്കും? +1 ആണ്. ഇനി 2 സ്ട്രേഞ്ച് കോർക്ക് ഉണ്ടെങ്കിൽ -2 ആയിരിക്കും. ഇനി 3 സ്ട്രേഞ്ച് കോർക്ക് ഉണ്ടെങ്കിൽ -3 ആയിരിക്കും അല്ലെ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ, എന്നാലേ ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പോ ഇവിടെ നമ്മളെ സെക്കൻഡ് ഹൊറിസോണ്ടൽ ലൈനിലുള്ളവരുടെയൊക്കെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാണ്? -1. ഫസ്റ്റ് ഹൊറിസോണ്ടൽ ലൈനിൽ 0, ദെൻ അതിന്റെ താഴത്തേക്ക് -1, ദെൻ നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ലൈനിലുള്ള പാർട്ടിക്കിൾസ് cascade or xi minus and xi 0, they have a strangeness of -2, which means 2 strange cork are present. അപ്പൊ നോക്കിയേ, അതായത് അവർക്ക് രണ്ടുപേർക്കും എന്താണ്? ഒരേ സ്ട്രേഞ്ച്നെസ് നമ്പർ ആണ്. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? strangeness number. It's very important. Same strangeness number ഉള്ള പാർട്ടിക്കിൾസിനെ എല്ലാം നമ്മൾ ആ ഹൊറിസോണ്ടൽ ലൈനിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, ദെൻ ഇനി നമുക്കുള്ള ലൈൻസ് ഏതാടാ? നൗ വി ഹാവ് ദ ഇത് അവിടെ കണ്ടോ, വെർട്ടിക്കൽ അല്ല, സോറി, ഡയഗണൽ അല്ലേ. ഇതുപോലെ ഡയഗണൽ ലൈൻസ് ഉണ്ട്. ഓക്കെ, നോക്കുക, ഇതുപോലെ എന്തുണ്ട്? ഡയഗണൽ ലൈൻസ് ഉണ്ട്. ഓക്കെ, ഡയഗണൽ ലൈൻസ് ഉണ്ട്. ഓക്കെ, ഇനി നോക്കി ഡയഗണൽ ലൈൻസിലോട്ട് നോക്കാം. ഫസ്റ്റ് ഡയഗണൽ ലൈൻസ്, ഇനി നമുക്ക് ഡയഗണൽ ലൈൻസ് മാത്രമാക്കാം. ഓക്കെ, ഫസ്റ്റ് ഡയഗണൽ ലൈൻ നോക്കിയതാ ഇങ്ങനെ. ഓക്കെ, ഇതിൽ ആരൊക്കെയാ പാർട്ടിക്കിൾസ് ഉള്ളത്? പ്രോട്ടോണും സിഗ്മ പ്ലസും. പ്രോട്ടോണിന്റെ ചാർജ് എത്രയാ? പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി അല്ലെ, 1 പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സബ് പാർട്ടിക്കിൾ ആണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ദെൻ സിഗ്മ പ്ലസോ? ഈ സിഗ്മ പ്ലസ് എന്നുള്ളത് ഈ പ്ലസ്, ഈ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ചാർജ് ആണ്, ഒരു ചാർജ് എന്നുള്ളതാണ് മെയിൻ. സോ ഇവിടെ സിഗ്മ പ്ലസിന്റെ ചാർജ് എത്രയാണ്? +1. സോ ഈ ഡയഗണൽ എലമെന്റ്സിൽ നമ്മൾ കാണിക്കുന്നത് അതിന്റെ ചാർജ് ആണ്. ദാറ്റ് മീൻസ് ഈ ഡയഗണൽ ലൈനിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനും, സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനും സെയിം ചാർജ് ആയിരിക്കും. സോ Q is equal to +1. Q is equal to എന്താണ്? +1. ഇനി രണ്ടാമത്തെ ഡയഗണൽ ലൈൻ നോക്കിയേ, കണ്ടോ, ഇതിൽ ആരൊക്കെ നമുക്ക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ളത്? ന്യൂട്രോൺ ഉണ്ട്, സിഗ്മ 0 ഉണ്ട്, ലാംഡ 0 ഉണ്ട്, ദെൻ psi 0 ഉണ്ട്. നോക്കിയേ, ഇവരുടെ എല്ലാം ഈ ഡയഗണൽ ലൈൻസിലുള്ള എല്ലാ പാർട്ടിക്കിൾസിന്റെയും ചാർജ് എത്രയാ? Q is equal to 0 ആണ്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല. ദെൻ സിഗ്മ 0, ആ സൂപ്പർ സ്ക്രിപ്റ്റ് എത്ര ഇവിടെ? 0 അല്ലേ. ലാംഡ 0, psi 0. ദാറ്റ് മീൻസ് ഇവരുടെ എല്ലാവരുടെയും ചാർജ് Q is equal to 0. ദെൻ നെക്സ്റ്റ് ഡയഗണൽ ലൈൻ, ഓക്കെ, നെക്സ്റ്റ് ഡയഗണൽ ലൈൻ ആണ് സിഗ്മ മൈനസും xi മൈനസും, വിച്ച് മീൻസ് രണ്ടുപേരുടെയും ചാർജ് എത്രയാ? സിഗ്മ മൈനസ് xi മൈനസ്. That means Q is equal to -1. Q is equal to -1. So first horizontal line Q is equal to +1, then Q is equal to 0, then Q is equal to -1. Okay, that means ഇങ്ങനെ നമ്മൾ ഒരു ഹെക്സഗണൽ അറേ നമ്മൾ ഉണ്ടാക്കിയത് ചുമ്മാ നമ്മളെ ഒരു ഹെക്സഗണൽ അറേ ആക്കിയതല്ല, അല്ലെങ്കിൽ എന്താണ് വെറുതെ റാൻഡംലി പ്രോട്ടോൺ അവിടെ ന്യൂട്രോൺ അവിടെ എന്ന് പറഞ്ഞ് പ്ലേസ് ചെയ്തതല്ല. ഇതെന്താണ് ആക്ച്വലി? ഇതൊരു സെറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ ലൈൻസ് ആണ് അല്ലെ. അതിൽ ഹൊറിസോണ്ടൽ ലൈൻസിൽ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്ട്രേഞ്ച്നെസ് നമ്പർ. ഹൊറിസോണ്ടൽ ലൈൻസിൽ സ്ട്രേഞ്ച്നെസ് നമ്പർ ആണ്. സെയിം സ്ട്രേഞ്ച്നെസ് നമ്പർ ഉള്ള പാർട്ടിക്കിൾസിനെ സെയിം ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ഓക്കെ, അതിൽ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്, ദെൻ താഴത്തേക്ക് -1, -2 അങ്ങനെ പോകും. ദെൻ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിന്റെ ചാർജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. സോ ഇവിടെ +1, ദെൻ 0, -1 എന്ന് പറഞ്ഞാൽ അങ്ങനെയും പോകും. ഓക്കെ ആണോ? സോ 8-fold വേ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാഡ്രോൺ പാർട്ടിക്കിൾ ആണ് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ എന്താണ് ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ ലൈൻസിലായിട്ടാണ് ഈ ഹാഡ്രോൺ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നത്. ഇൻ വിച്ച് the horizontal line represents the strangeness number and downward diagonal line represents the charge of the hadron particle. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇവിടെ നമ്മൾ 8 പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തത്. സോ ഇറ്റ് ഈസ് കാൾഡ് ദ ബേരിയോൺ ഒക്ടറ്റ്. ഇനി ഈ പാർട്ടിക്കിൾസ് നിങ്ങളൊന്ന് നോക്കി, ഇവരെ നമ്മൾ എന്തായിട്ടാണ്? ഇവരെ നമ്മൾ സൂപ്പർ മൾട്ടിപ്ലറ്റ് എന്നുകൂടെ ഈ ഒരു സ്ട്രക്ചറിന് നമ്മൾ പറയും. സൂപ്പർ മൾട്ടിപ്ലറ്റ്. ഇതിൽ ഒരു വേർഡ് നമുക്ക് ഫെമിലിയർ ആണല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, മൾട്ടിപ്ലറ്റ്.
അല്ലെ? എന്താണ് മൾട്ടിപ്ലെക്സ് എന്ന് പറഞ്ഞാല്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ പറഞ്ഞു. m is equal to 2i plus 1 where I is the isospeed, right? So what you mean by multiplex? മൾട്ടിപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളെ ഹാഡ്രോൺസുകള് നമുക്കറിയാം എന്താണ്, നമ്മൾ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും കേസിലാണ് പറഞ്ഞത്. അവർക്ക് എന്തെല്ലാം, അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അവർക്ക് ചാർജ് ഇൻഡിപെൻഡന്റ് നേച്ചർ അല്ലെ, ന്യൂക്ലിയസിന്റെ ചാർജ് ഇൻഡിപെൻഡന്റ് നേച്ചറിൽ നിന്നാണ് ഐസോസ്പിൻ വരുന്നത്. അങ്ങനെ നമ്മൾ എന്താണ്, സെയിം മാസ് ഉള്ളവരെയൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കി, അങ്ങനെയല്ലേ മൾട്ടിപ്ലെക്സ് ഫോം ചെയ്തത്. അതായത് സെയിം മാസും സെയിം സ്പിന്നും സെയിം സ്ട്രേഞ്ച്നെസ് അല്ലെ, സെയിം സ്പിന്ന് സെയിം മാസ് സ്ട്രേഞ്ച്നെസ് ആൻഡ് സെയിം വേരിയോൺ നമ്പർ, ഇങ്ങനെ വരുന്നവരൊക്കെ നമ്മൾ ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ടാണ്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിപ്ലെക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ മൾട്ടിപ്ലെക്സ് ആണ് ഉണ്ടായിരുന്നത്? സിംഗ്ലറ്റ് ഉണ്ടായിരുന്നു, ദെൻ ഡബ്ലറ്റ് ഉണ്ടായിരുന്നു, ട്രിപ്ലറ്റ് ഉണ്ടായിരുന്നു, ക്വാഡ്രേറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. അതിൽ സിംഗ്ലറ്റിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാംഡ 0. ദെൻ ഒരു ഡബ്ലറ്റിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാണ്? ഡബ്ലറ്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പറയാം, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ അല്ലെ, അതൊരു ഡബ്ലറ്റ് ആണ്. ഏതാ? പ്രോട്ടോൺ ന്യൂട്രോൺ. യെസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, കെ പ്ലസ് ആൻഡ് K0. അതെന്താണ്, ഒരു ഏതിന് എക്സാമ്പിൾ ആണ്? കെ പ്ലസും K0യും ഒരു ഡബ്ലറ്റ് ആണ്. ഇതുപോലെ ട്രിപ്ലറ്റിന്റെ എക്സാമ്പിൾ ആയിരുന്നു ഏത്? സിഗ്മ പ്ലസ്, സിഗ്മ 0, സിഗ്മ മൈനസ്. അപ്പൊ ഇങ്ങനെ എന്താണ്, ആ ഒരു ഗ്രൂപ്പും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നോക്കിയേ, ഇതിൽ അങ്ങനെയാണെങ്കിൽ എത്ര മൾട്ടിപ്ലെക്സ് ഉണ്ട് നോക്കിയേ. ഇവരൊരു മൾട്ടിപ്ലെക്സ് അല്ലേ, പ്രോട്ടോണും ന്യൂട്രോണും. ദാറ്റ് മീൻസ് എ ഡബ്ലറ്റ് ഓഫ്, ഇതൊരു ഡബ്ലറ്റ് അല്ലേ, ഇവിടെ എ ഡബ്ലറ്റ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഉണ്ട്. ദെൻ നോക്കിയേ, ഇവിടെ ഒരു ട്രിപ്ലറ്റ് ഇല്ലേ, കണ്ടോ, സിഗ്മ മൈനസ്, സിഗ്മ 0, സിഗ്മ പ്ലസ്, ഒരു ട്രിപ്ലറ്റും ഉണ്ട് ഇവിടെ. ദെൻ ഇവിടെ ഒരു സിംഗ്ലറ്റ് ഇല്ലേ, ലാംഡ. ദെൻ എഗെയിൻ ഇവിടെ ഒരു ഡബ്ലറ്റ് ഉണ്ട്, സൈ മൈനസും സൈ 0യും അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മളുടെ ഈ ബേരിയോൺ ഒക്റ്ററ്റ് എന്ന് പറയുന്ന നമ്മുടെ ഇതിന്റെ പേരെന്താണ്? ബേരിയോൺ ഒക്റ്ററ്റ് ആണ് ഈ 8 ഫോൾഡ് നെയിം. സോ ഈ ഒരു ബേരിയോൺ ഒക്റ്ററ്റിൽ ആരൊക്കെയാണുള്ളത്? രണ്ട് ഡബ്ലറ്റും ഒരു ട്രിപ്ലറ്റും ഒരു സിംഗ്ലറ്റും അല്ലെ. ഡബ്ലറ്റുകൾ ആരൊക്കെയാ? പ്രോട്ടോൺ ന്യൂട്രോൺ ഒരു ഡബ്ലറ്റ്, ദെൻ സൈ മൈനസ് സൈ 0 വേറൊരു ഡബ്ലറ്റ്, ദെൻ സിംഗ്ലറ്റ് എന്ന് പറയുന്നത് ലാംഡ, ട്രിപ്ലറ്റ് എന്ന് പറയുന്നത് സിഗ്മ മൈനസ്, സിഗ്മ 0, സിഗ്മ പ്ലസ്. ഓക്കെ. സോ ഈ ബേരിയോൺ ഒക്റ്ററ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാഡ്രോൺ പാർട്ടിക്കിൾസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 3 ടൈപ്സ് ഓഫ് മൾട്ടിപ്ലെക്സ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഒരു 4 പെയർ ഓഫ് മൾട്ടിപ്ലെക്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കണ്ടെയ്നിങ് 4 മൾട്ടിപ്ലെക്സ്. അതായത് ബേരിയോൺ ഒക്റ്ററ്റിൽ 4 മൾട്ടിപ്ലെക്സുകൾ ഉണ്ട് ഇല്ലേ. ഏതൊക്കെയാ 4 മൾട്ടിപ്ലെക്സ്? നമ്മളിപ്പോ പറഞ്ഞു തന്നെ, a doublet of proton and neutron, a triplet of sigma plus, sigma 0, sigma minus, then a singlet of lambda 0, then again a doublet of psi minus and psi 0. ഇങ്ങനെ 4 മൾട്ടിപ്പിൾസ് അടങ്ങിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ബേരിയോൺ ഒക്റ്ററ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ബേരിയോൺ ഒക്റ്ററ്റ് ഈസ് എ classification of hadron particle which consist of 4 multiplets. ഏതൊക്കെയാണ് മൾട്ടിപ്ലെക്സ്? എ ഡബ്ലറ്റ്, എ ട്രിപ്ലറ്റ്, എ സിംഗ്ലറ്റ് ആൻഡ് അഗൈൻ എ ഡബ്ലറ്റ്. സോ ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? സോ ദിസ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ബേരിയോൺ ഒക്റ്ററ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. 8 പാർട്ടിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്തു അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ ഒക്റ്ററ്റ്, 8 എന്നുള്ള മീനിങ്ങിലാണ് ഒക്റ്ററ്റ് എന്നുള്ള പേര് വന്നത്. ഇവിടെ എന്താണ് നമ്മൾ എന്തായിട്ടാണ് അറേഞ്ച് ചെയ്തത്? ഒരു ഹെക്സഗണൽ അറേ അല്ലെ. നോക്കിയേ, 6 സൈഡഡ് പോളിഗൺ അല്ലേ. സോ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ആസ് എ ഹെക്സഗണൽ അറേ. ദെൻ ഇവരുടെ സ്പിൻ എത്രയാണ്? ഹാഫ്. ഓക്കെ. ഈ എല്ലാ പാർട്ടിക്കിളിന്റെയും സ്പിൻ എത്രയാണ്? ഹാഫ് ആണ്. അപ്പൊ ബേരിയോണിൽ സ്പിൻ ഹാഫ് ഉള്ള പാർട്ടിക്കിൾസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു based on their strangeness number and charge. Okay. Horizontal line represents the strangeness number,
Why? The diagonal line represents the charge of the particle. ഓക്കെ, ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഓക്കെ, നെക്സ്റ്റ് we want to the classification of mesons. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, മേസോൺ പാർട്ടിക്കിൾസിന് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അറേഞ്ച് ചെയ്യാനായിട്ട് പോകണം, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോകണം. സോ മീസോൺ പാർട്ടിക്കിൾസ് ആകുമ്പോൾ അവരുടെ സ്പിൻ എത്രയായിരിക്കും? ഇന്റിജർ സ്പിൻ ആയിരിക്കും അല്ലെ, ഇന്റിജർ സ്പിൻ ആയിരിക്കും. ഇവിടെ നമ്മൾ സ്പിൻ 0 ഉള്ള മെസോൺസുകളെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്പിൻ 0 ഉള്ള മെസോൺസ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, അറേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവരെ നമ്മളൊരു നമ്മൾ ബേരിയോൺ ഒക്ടറ്റ് ചെയ്ത പോലെ, ബേരിയോൺ പാർട്ടിക്കിളിനെ ചെയ്ത പോലെ ഒരു സിമിലർ ഹെക്സഗണൽ പാറ്റേണിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അങ്ങനെ അത് എന്തുണ്ടാക്കുന്നു, ഒരു മീസോൺ ഒക്ടറ്റ് ഉണ്ടാക്കുന്നു. മീസോൺ ഒക്ടറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തുറപ്പായി, അതിൽ 8 പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് ആ പാർട്ടിക്കിൾസ് നോക്കിയേ, K plus K0, then pions, pi minus, pi0, pi plus, then eta. ഇവിടെ eta ഉണ്ട്, then K minus and K0 bar. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഇവിടെ എത്ര മൾട്ടിപ്ലറ്റ്സ് ഉണ്ട്? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മൾട്ടിപ്ലറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ബേരിയോൺ ഒക്ടറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ബേരിയോൺ ഒക്ടറ്റിൽ നമ്മൾ പറഞ്ഞു 4 മൾട്ടിപ്ലറ്റ്സ് ഉണ്ട്. സോ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള മൾട്ടിപ്ലറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഹലോ, ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെയുള്ള മൾട്ടിപ്ലറ്റ്സ് ഏതൊക്കെയാണ്. ഫസ്റ്റ് മൾട്ടിപ്ലറ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, K പ്ലസും K0യും. ഇവരെ നമ്മൾ എന്താണ്, ഇവര് സെയിം മാസ് ആണ്, സെയിം സ്ട്രേഞ്ച്നെസ് നമ്പർ ആണ്, സെയിം സ്പിൻ ആണ്, സെയിം മിസോൺസ് ആണ്, ബേരിയോൺ നമ്പർ. ഓക്കെ, അപ്പൊ ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡബ്ലറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ ഇവര് ഡബ്ലറ്റിന് എക്സാമ്പിൾ ആ. കാരണം K പ്ലസിനും K0ക്കും സെയിം, ഓൾമോസ്റ്റ് സെയിം മാസ് ആണ്. ദെൻ നോക്കിയേ, പൈ മൈനസ് pi0 pi പ്ലസ്. This is a triplet. Yes. Then ഇവിടെ ഒരാളുണ്ട് ഈറ്റ. ഈറ്റ ഒറ്റക്കാണ്, ഈറ്റയ്ക്ക് ഒരു സോ ഇറ്റ് ഈസ് എ സിംഗ്ലറ്റ്. ദെൻ K മൈനസും K0 ബാറും ഇത് നമ്മൾ പറഞ്ഞു ഇവർക്ക് ഓൾമോസ്റ്റ് സെയിം മാസ് ആണ്. സോ ഇവരെന്താണ്, ഒരു ഡബ്ലറ്റ് ആണ്. അപ്പോ നമ്മളുടെ ബേരിയോൺ ഒക്ടറ്റിൽ അതുപോലെ തന്നെ ഇവിടെയും എന്തുണ്ട്, 2 ഡബ്ലറ്റും ഒരു ട്രിപ്ലറ്റും ഒരു സിംഗ്ലറ്റും അല്ലെ. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മളുടെ മീസോൺ ഒക്ടറ്റ് എന്ന് പറയുന്നത്. So meson octet contains 4 multiplets, which are a doublet of K0 and K plus, and a triplet of pions, then a singlet of eta, then a doublet of K minus and K0 bar. ഓക്കെ, സോ അതാണ് നമ്മളുടെ മീസോൺ ഒക്ടറ്റിലുള്ള മൾട്ടിപ്ലെറ്റ്സ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ദെൻ അതാ നോക്കിയേ, ഹൊറിസോണ്ടൽ ലൈൻസിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനും സെയിം എന്താണ്, സ്ട്രേഞ്ച്നെസ് നമ്പർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് സ്ട്രേഞ്ച്നെസ് നമ്പർ. എന്താണ്, K പ്ലസും K0 ബാറിന്റെ ഒക്കെ കോർക്ക് സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? എ കോർക്ക് ആൻഡ് ആൻ ആന്റി കോർക്ക്. മിസോൺസ് അല്ലേ ഇവരെല്ലാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും മെസോൺസിന്റെയും ബേരിയോൺസിന്റെയും ഒക്കെ കോർക്ക് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. സോ ഇപ്പോ എന്താണ്, മെസോൺസിന്റെ ആണെങ്കിൽ അവരുടെ കോർക്ക് സ്ട്രക്ചർ എങ്ങനെയാ, ക്യൂ ബാർ, ഒരു കോർക്കും ഒരു ആന്റി കോർക്കും. ദാറ്റ് മീൻസ് K പ്ലസും K0യിലൊക്കെ എന്തുണ്ട്, അവർക്ക് S=1 എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? സപ്പോസ് ഒരു എന്താണ്, സ്ട്രേഞ്ച്നെസ് നമ്പർ +1. വാട്ട് ഡസ് ഇറ്റ് മീൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എപ്പോഴാണ് സ്ട്രേഞ്ച്നെസ് നമ്പർ +1 ആവുക? എപ്പോഴാണ് +1 ആവുക? യെസ്, അതിൽ ഒരു ആന്റി കോർക്ക് ഉണ്ടായിരിക്കും അല്ലെ. അതിൽ ഒരു ആന്റി കോർക്ക് പ്രസന്റ് ആയാൽ അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്താണ്, +1. സോ അതുകൊണ്ടാണ് ഇവിടെ K0ഉം K പ്ലസും +1 ആയി. ദെൻ നോക്കിയേ, പൈ മൈനസ് pi0, ഇതിലൊന്നും എന്തില്ല, സ്ട്രേഞ്ച് കോർക്ക് പ്രസന്റ് അല്ല. സോ അവരുടെ സ്ട്രേഞ്ച്നെസ് 0 അല്ലെ. 0 സ്ട്രേഞ്ച്നെസ് ഉള്ള എല്ലാവരെയും എന്ത് ചെയ്തു, ഈ സെക്കൻഡ് ഹൊറിസോണ്ടൽ ലൈനിൽ പ്ലേസ് ചെയ്തു. ദെൻ സ്ട്രേഞ്ച്നെസ് നമ്പർ -1, ദാറ്റ് മീൻസ് ഒരു സ്ട്രേഞ്ച് കോർക്ക് പ്രസന്റ് ആണ്. അങ്ങനെയുള്ള K മൈനസിനെയും K0 ബാറിനെയും
ഒരേ ഹൊറിസോണ്ടൽ ലൈനിൽ പ്ലേസ് ചെയ്തു. ഓക്കെ ആണോ? അപ്പോൾ നേരത്തേതിൽ നേരത്തേതിൽ എസ് ഇസ് ഈക്വൽ ടു 0 ആയിരുന്നു മുകളിൽ, ദെൻ എസ് ഇസ് ഈക്വൽ ടു -1, എസ് ഇസ് ഈക്വൽ ടു -2 അങ്ങനെയാണ് പോയിരുന്നത് വേരിയോൺ ഒക്ടറ്റിൽ. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മളുടെ മീസോൺ ഒക്ടറ്റിലേക്ക് വരുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു +1 ആണ് മുകളിൽ. കാരണം മറ്റേതിൽ +1 ഇല്ലായിരുന്നു, 0 എന്നായിരുന്നു സ്റ്റാർട്ടിങ്. ഓക്കെ, ഇവിടെ +1 സ്റ്റാർട്ടിങ്, ദെൻ 0, ദെൻ -1. ഇനി അതുപോലെ ഡയഗണൽ എലമെന്റ്സ് നോക്കിയേ. ഡയഗണൽ ലൈൻസിൽ നമ്മൾ പറഞ്ഞു ചാർജ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഈ ഡയഗണൽ ലൈൻസ് ഇതിൽ നോക്കിയേ, ആരൊക്കെ മെമ്പേഴ്സ്? K+ഉം π+ഉം. അപ്പൊ തന്നെ നമുക്ക് ഷുവറായി ചാർജ് എന്ന് പറയുന്നത് Q is equal to +1. Then second diagonal line K0, π0, β0, then K0 bar. That means ഇവരുടെ എല്ലാവരുടെയും ചാർജ് എത്രയാ? Q is equal to 0. Then third diagonal line ഇവിടെ ആരൊക്കെ ഉള്ളത്? π-ഉം K-ഉം. That means ചാർജ് എത്രയാ? Q is equal to -1. Q is equal to -1. സോ വേരിയോൺ ഒക്ടറ്റ് പോലെ തന്നെ മീസോൺ ഒക്ടറ്റിലും 8 സബറ്റോമിക് പാർട്ടിക്കിൾസ് ആണുള്ളത്, 8 മിസോൺസ് ആണുള്ളത് വിത്ത് 0 സ്പിൻ. എല്ലാവരുടെയും സ്പിൻ എത്രയാണ്? 0. Then here also we have a doublet, then a triplet, then a singlet, and also again a doublet. 4 multiplets ആണ് ഇതിലും ഉള്ളത്. Then ഇതിൽ സ്ട്രേഞ്ച്നെസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? S is equal to 1, S is equal to 0, then S is equal to -1. Okay, so this is the meson octet model. ഇവിടെ നമ്മൾ സബറ്റോമിക് പാർട്ടിക്കിൾസിന് എന്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഹെക്സഗണൽ പാറ്റേൺ ആയിട്ട്, which form a meson octet. ഓക്കെ, അപ്പൊ ഇപ്പോ നമ്മള് ഇവിടെ ഒരു ഹൈപ്പർ ചാർജിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ നോക്കിക്കേ, മെസോൺസിന്റെ കേസ് എന്താണ്? ബേരിയോൺസിന്റെ കേസിൽ എന്താണ്? ഹൈപ്പർ ചാർജ് കാണാൻ ഇക്വേഷൻ എന്തായിരുന്നു? Y is equal to, ഓർമ്മയുണ്ടോ? ഹൈപ്പർ ചാർജ് Y is equal to B plus S ആയിരുന്നു. ഓക്കെ, ഹൈപ്പർ ചാർജ് Y is equal to B plus S ആണ്. അതിൽ വേർ B എന്ന് പറയുന്നത് ബേരിയോൺ നമ്പർ ആണ്, S എന്ന് പറയുന്നത് സ്ട്രേഞ്ച്നെസ് നമ്പർ ആണ്. അപ്പൊ ഒരു ബേരിയോൺ പാർട്ടിക്കിൾസിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ ഹൈപ്പർ ചാർജിന് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ബേരിയോൺ പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ ബേരിയോൺ നമ്പർ എത്രയാണ്? 1 അല്ലേ? ബേരിയോൺ പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ ബേരിയോൺ നമ്പർ 1 ആയിരിക്കും. സോ 1 plus S എന്ന് എഴുതാം. ഓക്കെ, ഒരു ബേരിയോണിന്റെ ഹൈപ്പർ ചാർജ് നമുക്ക് 1 plus S അല്ലെങ്കിൽ S plus 1 എന്ന് എഴുതാം. ഓക്കെ, ആ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. നമ്മൾ ഓൾറെഡി എടുത്താണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ 8-fold വേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഹൈഡ്രോൺ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തു. അപ്പൊ നമ്മളിപ്പോ ബേരിയോൺ പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്തു, ദെൻ മീസോൺ പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്തു. നമ്മൾ ബേരിയോൺ ഒക്ടറ്റ്, അതിന്റെ സ്പിൻ എത്രയായിരുന്നു? ഹാഫ് സ്പിന്നുള്ള ബേരിയോൺസിനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പൊ ഇപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്ത രണ്ടും എന്ത് ജോമെട്രി ആയിരുന്നു? ഹെക്സഗണൽ ജോമെട്രി ആയിരുന്നു അല്ലെ. ഒരു ഹെക്സഗണൽ അറേ ആയിട്ടാണ് ഇപ്പൊ നമ്മളെ ബേരിയോൺ ഒക്ടറ്റും മീസോൺ അല്ലെ, നമ്മളുടെ ബേരിയോൺ പാർട്ടിക്കിൾസിനെയും അതുപോലെ മീസോൺ പാർട്ടിക്കിൾസിനെയും നമ്മൾ അറേഞ്ച് ചെയ്തത് ഒരു ഹെക്സഗണൽ അറേ ആയിട്ടാണ്. ബട്ട് ആ ഒരു ഹെക്സഗണൽ അറേ മാത്രമാണോ പോസിബിൾ ആയിട്ടുള്ളത്? അതിൽ നമ്മൾ പാർട്ടിക്കിൾസ് എന്തായി ഹെക്സഗണൽ അറേ ആയിട്ട് arrange ചെയ്തു. But there are certain other arrays also that we are going to study, that is triangular array. Okay, അപ്പോൾ ഒരു triangular array കൂടെ ഉണ്ട്. Add it incorporating 10 heavier baryons. നമ്മൾ പഠിച്ചു ബേരിയോൺ ഒക്ടറ്റ് അല്ലെ. ബേരിയോൺ ഒക്ടറ്റിൽ നമ്മൾ ലൈറ്റ് ബേരിയോൺസിനെയാണ് എടുത്തത്. ലൈറ്റസ്റ്റ് ആയിട്ടുള്ള 8 ബേരിയോൺസിനെയാണ് നമ്മൾ ബേരിയോൺ ഒക്ടറ്റിൽ ക്ലാസിഫൈ ചെയ്തത്. എന്താണ്? ബേരിയോൺസ് ആയിട്ടുള്ള ബേരിയോൺസിനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രയാങ്കുലർ അറേ ക്ലാസിഫിക്കേഷൻ നടത്താണ്. ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് എ ബേരിയോൺ ഡീക്യൂപ്ലെറ്റ്. അപ്പൊ അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നാ പറയുന്നത്? 10 മെമ്പേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, നോക്കിയേ, ഇവിടെ ട്രയാങ്കുലർ അറേ ആയിട്ടാണ് അല്ലെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡെൽറ്റ പ്ലസ് പ്ലസ്, ഡെൽറ്റ പ്ലസ്, ഡെൽറ്റ 0, ഡെൽറ്റ മൈനസ്, ദെൻ സിഗ്മ മൈനസ്, സിഗ്മ 0, സിഗ്മ പ്ലസ് പ്ലസ്, ദെൻ സൈ മൈനസ്, സൈ പ്ലസ്,
ഒമേഗ മൈനസ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 പാർട്ടിക്കിൾസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് കാൾഡ് ദ ബേരിയോൺ ഡീകൂപ്ലറ്റ്. ഇവരുടെ സ്പിൻ എത്രയാ? ഇവരുടെ എല്ലാവരുടെയും സ്പിന്ന് 3/2 ആണ്. ഓക്കെ, നമ്മളെ ബേരിയോൺ ഒക്ടറ്റിലെ പാർട്ടിക്കിൾസിന്റെ എല്ലാവരുടെയും സ്പിന്ന് ഹാഫ് ആണ്. ഇവിടെ ബേരിയോൺ ഡീകൂപ്ലറ്റിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും സ്പിൻ എത്രയാണ്? 3/2 ആണ്. ദേ ആൾ ഹാവ് ദ സ്പിൻ 3/2. ഓക്കെ, ദെൻ ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞു ഇവരെന്താണ്? ഹെവിയർ ആയിട്ടുള്ള ബേരിയോൺസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളുടെ സിഗ്മക്കും അതുപോലെ തന്നെ സൈക്കൊക്കെ ഒരു സ്റ്റാർ. ഓക്കെ, സിഗ്മ സ്റ്റാർ പ്ലസ്, സിഗ്മ സ്റ്റാർ 0, സിഗ്മ സ്റ്റാർ മൈനസ് അങ്ങനെ വരുന്നത്. ബിക്കോസ് നമ്മൾ ഇവിടെ ഹെവിയർ ബേരിയോൺസിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ലൈറ്റർ ബേരിയോൺസിനെ നമ്മൾ ഓൾറെഡി ക്ലാസിഫൈ ചെയ്തു ആൻഡ് വി നെയിംഡ് ഇറ്റ് ആസ് ബേരിയോൺ ഒക്ടറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മുടെ റൂൾസ് എല്ലാം കീപ്പ് ചെയ്യണം. എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻസിലുള്ള ഇവരൊക്കെല്ലാം സെയിം സ്ട്രേഞ്ച്നെസ് നമ്പർ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിലാണ് 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ ബേരിയോൺ ഒക്ടറ്റിലെ പോലെ ബേരിയോൺ ബേരിയോൺ ഒക്ടറ്റിലെ SS=0 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നോക്കിയാൽ ഡെൽറ്റ പ്ലസ് പ്ലസ് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ 0 ഇവരെല്ലാം എന്താണ്? ബേരിയോൺ പാർട്ടിക്കിൾ ആണ്. സോ ഇവരുടെ സ്ട്രക്ചർ, ഇവരുടെ സ്ട്രേഞ്ച്നെസ് 0 എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രക്ചറിൽ എന്തില്ല? എന്താണ്? സ്ട്രേഞ്ച് കോർക്ക്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും ഇവരുടെ എന്താണ് കോർക്ക് മോഡൽ എഴുതുക. സോ നമ്മളുടെ ഡെൽറ്റ പ്ലസ് പ്ലസ് ഒക്കെ വരുന്ന UUU അല്ലെങ്കിൽ UUD അല്ലെങ്കിൽ UDD അല്ലെങ്കിൽ DDD ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇവരിൽ എന്ത് മാത്രമേ ഉള്ളൂ? അപ്പ് കോർക്കും ഡൗൺ കോർക്കും മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് സ്ട്രേഞ്ച് കോർക്ക് ഇല്ല. ഓക്കെ, ഈ ഡെൽറ്റ പ്ലസ് പ്ലസ് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ 0 ഡെൽറ്റ മൈനസ് സബറ്റോമിക് പാർട്ടിക്കിൾസിലൊന്നും തന്നെ സ്ട്രേഞ്ച് കോർക്ക് ഇല്ല. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഓൺലി അപ്പ് കോർക്ക് ആൻഡ് ഡൗൺ കോർക്ക്. സോ ദേ ഹാവ് എ സ്ട്രേഞ്ച്നെസ് കോൺസ്റ്റന്റ് നമ്പർ ഓഫ് 0. അതുകൊണ്ട് അവരുടെ സ്ട്രേഞ്ച്നെസ് കോൺസ്റ്റന്റ് നമ്പർ എത്രയാണ്? 0 ആണ്. ദെൻ നെക്സ്റ്റ് നമ്മുടെ എന്താണ്? സിഗ്മ സ്റ്റാർ മൈനസ്, സിഗ്മ സ്റ്റാർ 0, സിഗ്മ സ്റ്റാർ പ്ലസ്. ദേ ഹാവ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് -1. നമുക്ക് ഓൾറെഡി അറിയാം സിഗ്മന്റ് അല്ലേ. ദെൻ സൈ സ്റ്റാർ 0 ആൻഡ് സൈ സ്റ്റാർ മൈനസ് ആൻഡ് സൈ സ്റ്റാർ 0. സൈ സ്റ്റാർ മൈനസ് ആൻഡ് സൈ സ്റ്റാർ 0 ആണത്. ഇത് സൈ സ്റ്റാർ മൈനസും. സോ ദേ ഹാവ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് -2 വിച്ച് മീൻസ് 2 സ്ട്രേഞ്ച് കോർക്ക് അവരിൽ പ്രസന്റ് ആണ്. ദെൻ എന്താണ്? ഒമേഗ മൈനസ് വേർ സ്ട്രേഞ്ച്നെസ് നമ്പർ -3 ആണ്. നമ്മൾ പറഞ്ഞിരുന്നത് എന്ത്? ഒമേഗ എന്ന് പറയുന്നത് 3 സ്ട്രേഞ്ച് കോർക്ക് പ്രസന്റ് ആയിട്ടുള്ള ഒരു സബറ്റോമിക് പാർട്ടിക്കിൾ ആണ്. സോ ഇറ്റ് ഹാസ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് -3. ദെൻ നമ്മളുടെ ഡയഗണൽ ലൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Q പ്ലസ് പ്ലസ്, ദാറ്റ് മീൻസ് 2 ചാർജ് Q = +2. ദെൻ ഡെൽറ്റ പ്ലസ് ആൻഡ് സിഗ്മ സ്റ്റാർ പ്ലസ്, ദാറ്റ് മീൻസ് 1 പോസിറ്റീവ് ചാർജ് Q = 1. Then delta 0, sigma star 0 and psi star 0. That means Q = 0. Then delta minus, sigma star minus, psi star minus and omega minus. That is Q = -1. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞില്ല അതും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻസ് സ്ട്രേഞ്ച്നെസ് നമ്പർ ഈക്വൽ, ദെൻ ഡയഗണൽ ലൈൻസിലാകുമ്പോൾ ചാർജ്. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി നമ്മുടെ ഒമേഗ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഈ ഒരു സമയത്ത് ഡിസ്കവർ ആയിട്ടുള്ളായിരുന്നു. ഓക്കെ, നമുക്ക് ആക്ച്വലി എന്താണ് ഇത്രേ വരെ സ്ട്രക്ചർ അന്നുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പാർട്ടിക്കിളിനെ ഡിസ്കവർ ചെയ്തിട്ടില്ലായിരുന്നു. ഒമേഗ മൈനസ് എന്ന് പറയുന്ന നമ്മുടെ എലമെന്ററി അല്ല, സബറ്റോമിക് പാർട്ടിക്കിൾ അല്ലെ. സബറ്റോമിക് പാർട്ടിക്കിളിനെ അന്ന് ഡിസ്കവർ ചെയ്തിട്ടില്ലായിരുന്നു. സോ ജെൽമാൻ എന്ത് ചെയ്തു? ജെൽമാൻ ഒരു പ്രഡിക്ഷൻ നടത്തി. ഓക്കെ, ഇനി ജെൽമാൻ എന്താ പ്രഡിക്ഷൻ നടത്തിയത്? ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? SS = 0, SS = -1, then SS = -2. സോ അദ്ദേഹം പറഞ്ഞ എന്താണ്? SS = -3 അല്ലെങ്കിൽ സ്ട്രേഞ്ച്നെസ് നമ്പർ -3 ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട് അല്ലെ. ഈ മേ ബി എന്താണ് ഇനി ഡിസ്കവർ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് നിർത്തിയത്. സോ പിന്നീട് അത് 1964 അതെന്ത് ചെയ്തു? ഡിസ്കവർ ചെയ്തു. ഒമേഗ മൈനസ് എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ ഡിസ്കവർ ചെയ്തു. ആൻഡ് എന്താണ് കണ്ടെത്തിയത്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 സ്ട്രേഞ്ച് കോർക്ക് ആൻഡ് ഇറ്റ് ഹാസ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് -3 എന്നുള്ളത് പിന്നീട് ഡിസ്കവർ ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ് ആക്ച്വലി അപ്പൊ നമ്മളുടെ ബേരിയോൺ ഡീകൂപ്ലറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ 8-fold വേ, അതിന്റെ ഒരു ക്രെഡിബിലിറ്റി ആണ് കാണിക്കുന്നത് അല്ലെ. അതിന്റെ വാലിഡിറ്റി, അത് എത്രത്തോളം ആ ഒരു മോഡൽ 8-fold വേ എന്ന് പറയുന്ന ആ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എത്രത്തോളം വാലിഡ് ആണ് എന്നുള്ളതാണ് ഈ ഒമേഗ മൈനസിന്റെ ഡിസ്കവറി. അതിന് വലിയൊരു ഇതാണ്. കാരണം ജെൽമാൻ എന്താണ് പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. ഓക്കെ, ഇങ്ങനെ SS = -3 എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ആവും ഇനി വരാനുള്ളത്.
അല്ലെങ്കിൽ H2 ഡിസ്കവേർഡ് എന്നുള്ളത്. സോ പിന്നീട് അത് കണ്ടുപിടിക്കുകയും അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഒമേഗ മൈനസിന് ഇവിടെ അറേഞ്ച് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് ബേരിയോൺ ഡീകൂപ്ലറ്റ് ആയത്. ഓക്കെ, 10 പാർട്ടിക്കിൾസ്. സോ 8 നമ്മളിപ്പോ 3 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ബേരിയോൺ ഒക്ടറ്റ്, മീസോൺ ഒക്ടറ്റ് ആൻഡ് ബേരിയോൺ ഡീകൂപ്ലറ്റ്. അതിൽ ബേരിയോൺ ഒക്ടറ്റിന്റെ സ്പിൻ ഹാഫ് ആണ്, ബേരിയോൺ ഡീകൂപ്ലറ്റിന്റെ സ്പിന് 3/2 ആണ്, മീസോൺ ഒക്ടറ്റിന്റെ സ്പിൻ 0 ആണ്. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. ടെക്സ്റ്റിലുള്ള ഒരു ഫിഗറാണ് എന്താണ് പിന്നീടാണ് ഒമേഗ മൈനസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഡിസ്കവർ ചെയ്തത്. അപ്പൊ ഒമേഗ മൈനസിന്റെ ആ ഒരു ഡിസ്കവർ ചെയ്ത ആ ഒരു ഫോട്ടോ പിക്ചർ ആണിത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. കാരണം ആദ്യം എന്തായിരുന്നു, 9 പാർട്ടിക്കിൾസ് നമ്മളിപ്പോ പഠിച്ച ബേരിയോൺ ഡീകൂപ്ലറ്റിലെ 9 പാർട്ടിക്കിൾസ് ആദ്യം എക്സ്പെരിമെന്റിൽ നമുക്ക് അറിയാവുന്ന ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സ്ട്രേഞ്ച്നെസ് -3 എന്ന് പറയുന്ന അവിടെ എന്തുണ്ടായിരുന്നില്ല, ആക്ച്വലി ഒരു പാർട്ടിക്കിളും ഉണ്ടായിരുന്നില്ല. ദെൻ പിന്നീട് എന്ത് ചെയ്തു, ജെൽമാൻ എന്ത് പ്രെഡിക്ട് ചെയ്തു, അങ്ങനെ ഒരു പാർട്ടിക്കിൾ കണ്ടുപിടിച്ചേക്കാം. 1964 ആണ് എന്ത് കണ്ടുപിടിച്ചത്, ഒമേഗ മൈനസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾ കണ്ടുപിടിച്ചത്. സോ അവിടെയാണ് എന്ത് വരുന്നത്, യെസ് എന്താണ് 8-fold വേ സൂപ്പർ മൾട്ടിപ്ലക്സിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് എത്രത്തോളം ഇതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ച ആ 8-fold ജെൽമാന്റെ 8-fold വേ എത്രത്തോളം വാലിഡ് ആണ് എന്നുള്ളത് നമുക്ക് എന്താണ് മനസ്സിലാവും. ഓക്കെ, ഇത് ഞാൻ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. അതായത് നമ്മളുടെ ഹാഡ്രോൺസിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പേഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇപ്പൊ നമുക്ക് 8-fold ബേരിയോൺ ഒക്ടറ്റ് നമുക്ക് വരക്കണം എന്നുണ്ടെങ്കിൽ എന്തറിയണം, നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസിൽ സ്ട്രേഞ്ച്നെസ് ആണ് വരക്കുന്നത്. അപ്പോൾ നമുക്ക് മേ ബി പാർട്ടിക്കിൾ അറിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഓക്കെ ഇപ്പൊ നമ്മൾ ബേരിയോൺ ഒക്ടറ്റ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടോൺ ന്യൂട്രോൺ എങ്ങനെയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവരുടെ സ്ട്രേഞ്ച്നെസ് നമ്പർ 0 ആണ് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. ദെൻ അപ്പൊ അടുത്ത എന്തായിരിക്കും, ഒരു S=-1 ഉള്ള പാർട്ടിക്കിൾ. ദെൻ അടുത്തത് S=-2 ഉള്ള പാർട്ടിക്കിൾ. അപ്പോ എന്താണ്, ഹാഡ്രോൺ പാർട്ടിക്കിൾസിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ നിങ്ങൾ ഈ ടേബിൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ഓക്കെ നെക്സ്റ്റ് നോക്കിയ ഒരു പ്രോബ്ലം ആണ് നമ്മളിപ്പോ പഠിച്ച. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ജെൽമാൻ ആൻഡ് യുവൽ നീമാന്റെ എന്താണ് 8-fold വേ ആണ്. സിമ്പിൾ ആണ്. നമ്മളുടെ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളിന് സിമിലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സിലോട്ട് വരുമ്പോൾ എന്താണ് നമ്മളുടെ സബറ്റോമിക് പാർട്ടിക്കിൾസിനെ അല്ലെ, ഹാഡ്രോൺ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദയർ സ്പിൻ അല്ലെ. ഒരേ സ്പിന്നിൽ അവരെല്ലാം ഒരൊറ്റ ക്ലാസിഫിക്കേഷൻ. ആൻഡ് അതിൽ എന്തായിരിക്കും ഡിഫറെന്റ്, അവരുടെ ചാർജും സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പറും ഡിഫറെന്റ് ആയിരിക്കും. സോ അങ്ങനെ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ബേരിയോൺ ഒക്ടറ്റ് വിത്ത് ഹാഫ് സ്പിൻ, ബേരിയോൺ decuplet with 3/2 spin, and meson octet with spin 0. സോ അതിലെ ബേരിയോൺ ഒക്ടറ്റിലും മീസോൺ ഒക്ടറ്റിലും 8 പാർട്ടിക്കിൾ ആണ്. ദാറ്റ് മീൻസ് 8-fold വേ. ആ പേര് വരാൻ കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ ബുദ്ധിസത്തിലെ 8-fold വേ മറ്റ് ഇതുണ്ട്. അതുപോലെ തന്നെ ഈ 8 പാർട്ടിക്കിൾസ് ഉള്ളത് കൂടിയാണ് കൊണ്ടാണ് ആ പേര് 8-fold വേ എന്നുള്ള നെയിം വന്നത്. ഓക്കെ, നമ്മളുടെ ബേരിയോൺ ഡീകുപ്ലേറ്റിലേക്ക് വരുമ്പോൾ മാത്രമുള്ള അതിൽ എന്ത് 10 പാർട്ടിക്കിൾസ് വരുന്നത്. ഓക്കെ, ദെൻ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയത്, എലമെന്ററി പാർട്ടിക്കിൾ സൈസ് 0 ഈസ് പ്ലേസ്ഡ് ഇൻ ദ ബേരിയോൺ ഡീകുപ്ലറ്റ് ഷോൺ ബിലോ അറ്റ്. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ നമ്മളുടെ ട്രയാങ്കുലർ അറേ ആണ് അല്ലെ. നമ്മുടെ ബേരിയോൺ ഡീകുപ്ലറ്റിന് മാത്രമാണ് ട്രയാങ്കുലർ അറേ ഷേപ്പ് ഉള്ളത്. ബാക്കി മീസോൺ ഒക്ടറ്റിനും ബേരിയോൺ ഒക്ടറ്റിനും ഏത് ഷേപ്പാണ്, ഹെക്സഗണൽ ഷേപ്പാണ് അല്ലെ, ഹെക്സഗണൽ അറേ ആണ്. അപ്പൊ ഈ ബേരിയോൺ ഡീകുപ്ലറ്റിലെ സൈസ് 0, ബേരിയോൺ ഡീകുപ്ലറ്റിന്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് മാത്രം ഒറ്റ പാർട്ടിക്കിൾ ഇവിടെ തന്നിട്ടുള്ളൂ, ഡെൽറ്റ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഒറ്റ പാർട്ടിക്കിൾ തന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മളോട് എന്താണ്, സോറി ഓക്കെ ഓക്കെ എന്നിട്ട് നമുക്ക് PRES ഇതിൽ എവിടെയായിരിക്കും സൈസ് 0 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സൈസ് 0 എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ നമ്മൾ ഇതിൽ എവിടെ പ്ലേസ് ചെയ്യും, Pയിലാണോ Rലാണോ Sലാണോ? നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്ത് മാത്രമേ ഉള്ളൂ, ഡെൽറ്റ പ്ലസ് പ്ലസ് ഇവിടെയാണ് എന്ന് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അപ്രോച്ച് ചെയ്യും? ഇപ്പൊ സപ്പോസ് നമുക്കിപ്പോ എല്ലാ എന്താണ് ക്ലാസിഫിക്കേഷനും അല്ലെങ്കിൽ എല്ലാ മോഡൽസ് നമുക്ക് കറക്റ്റ് ബൈ ഹാർട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ
ഡെൽറ്റ പ്ലസ് പ്ലസ്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആദ്യം നോക്കാം. എന്താണ് നമുക്കറിയാം, ഹൊറിസോണ്ടൽ ലൈൻസ് ആകുമ്പോൾ അവിടെ എന്ത് നമ്പറാണ് ഇത്? ഹൊറിസോണ്ടൽ ലൈൻസിൽ സ്ട്രേഞ്ച്നെസ് നമ്പർ ആണ് അല്ലെ? അപ്പൊ ഡെൽറ്റ പ്ലസ് പ്ലസ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഡെൽറ്റ പാർട്ടിക്കിൾസിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ 0 ആണ്. സോ obviously നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻസിൽ എന്തായിരിക്കും? എസ് ഇസ് ഈക്വൽ ടു -1 വരുന്ന പാർട്ടിക്കിൾസ് ആയിരിക്കും. നെക്സ്റ്റ് ലൈനിൽ എസ് ഇസ് ഈക്വൽ ടു -2 വരുന്ന പാർട്ടിക്കിൾ ആയിരിക്കും. ദെൻ ലാസ്റ്റ് എസ് ഇസ് ഈക്വൽ ടു -3 വരുന്ന പാർട്ടിക്കിൾ ആയിരിക്കും എന്ന് കിട്ടി അല്ലേ? ഇത്രയും കാര്യം നമുക്ക് കിട്ടി. അപ്പൊ നമുക്കറിയാം psi0 പറയുന്നത് ഒരു എന്താണ്, psi0ന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത് -2 ആണെന്ന് നമുക്കറിയാം. അത് നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഹാഡ്രോൺ പാർട്ടിക്കിൾസിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ അറിഞ്ഞിരിക്കണം. അപ്പൊ സൈഡ് അല്ലെങ്കിൽ കാസ്കേഡിന്റെ സ്ട്രേഞ്ച്നെസ് എന്ന് പറയുന്നത് -2 ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയത് ഒന്നെങ്കിൽ അത് പിയിലായിരിക്കും അല്ലെങ്കിൽ ആറിലായിരിക്കും. ഒന്നെങ്കിൽ പിയിലായിരിക്കും psi0 അല്ലെങ്കിൽ ആറിലായിരിക്കും. ഇനി ഇതിൽ ഏതാണ് എന്നുള്ളത് കൺഫേം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് നമ്മളുടെ ഈ ട്രയാങ്കുലർ അറേ ഉണ്ടാക്കുന്ന ഏതാണ്? ചാർജ് അല്ലെ? അതായത് നമ്മളുടെ ഡയഗണൽ ലൈൻസിൽ ഏതാണ്? ചാർജ് ആണുള്ളത് അല്ലെ? ഡയഗണൽ ലൈൻസിൽ ചാർജ് ആണുള്ളത്. അപ്പൊ അതിൽ നോക്കിയേ, ഡെൽറ്റ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? +2 ചാർജ് ആണ്, മനസ്സിലായി? Q is equal to +2. അങ്ങനെയാണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻസിലെ Q is equal to +1, ഈ ഹൊറിസോണ്ടൽ ലൈൻസിലെ Q is equal to 0. അങ്ങനെയാണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻസിലെ Q is equal to, ഹൊറിസോണ്ടൽ അല്ല ഡയഗണൽ, ഡയഗണലാണ് ഇത് ചാർജ് വരുന്നത് അല്ലെ? ഹൊറിസോണ്ടൽ സ്ട്രേഞ്ച്നെസ് ആണ്. സോ ഈ ഡയഗണലില് Q is equal to -1. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ആരാണ്? psi0 ആണ്. ദാറ്റ് മീൻസ് ചാർജ് എത്രയാണ്? 0 ആണ്. അപ്പൊ ഇവിടെ ചാർജ് 0 വരുന്ന ഡയഗണൽ എലമെന്റ്സ് ഏതാണ്? ഇതാണ്. ദാറ്റ് മീൻസ് ഇവിടെയാണ്, ആറിലായിരിക്കും. അപ്പൊ ഇതിന്റെ പി അല്ല എന്ന് മനസ്സിലായി. പി ആവുമ്പോൾ ചാർജ് എത്രയാവണം? -1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് psi0 ആണ് തന്നിട്ടുള്ളത്. സോ psi0യുടെ പ്ലേസ് എവിടെയായിരിക്കും? ആറിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അത് വെച്ച് നമുക്ക് അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ അറിഞ്ഞിരിക്കണം. പിന്നെ അതിന്റെ താഴത്തോട്ട് ഇങ്ങനെയാവും പോവുക, പാറ്റേൺ സെയിം അല്ലേ? 0 +1 0 -1 -2 അങ്ങനെയാണ് പോകുന്നത് പാറ്റേൺ അല്ലെ? ദെൻ ഇപ്പൊ ചാർജ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇവിടെ എന്താണ്? ഡെൽറ്റന്റെ +2 തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കും പാറ്റേൺ പോവുക? +1 0 -1 അങ്ങനെയായിരിക്കും പോകും. അപ്പൊ ആ പാറ്റേൺ നമുക്കറിയാം എങ്ങനെയാ പോകുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന പാർട്ടിക്കിളിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പറും ചാർജും അറിഞ്ഞിരിക്കണം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഈസിലി പറയാൻ പറ്റും അത് ആ അറേയില് അല്ലെങ്കിൽ ആ ക്ലാസിഫിക്കേഷനിൽ എവിടെയാണ് പ്ലേസ് ചെയ്യാന്നുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 എന്താണ് 8-fold വേയും എന്താണ് നമ്മൾ കറക്റ്റ് വരക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം വിത്ത് സ്ട്രേഞ്ച്നെസ് നമ്പർ ആൻഡ് ചാർജ്. ഓക്കെ, സോ ടുഡേ വി ഡിസ്കസ് അബൌട്ട് 8-fold വേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ 8-fold വേന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ നമുക്ക് എന്താണെന്ന് മനസ്സിലായി. അതായത് നമ്മൾ എന്താണ് ഈ ഹാഡ്രോൺസ് പാർട്ടിക്കിളിനൊക്കെ ക്ലാസിഫൈ ചെയ്ത് വെച്ചു വിത്ത് ഒരേ സ്പിന്നുള്ളവരെയൊക്കെ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ കോർക്ക് മോഡൽ പറയുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഹാഡ്രോൺസ് എന്ന് പറയുന്നത് എന്തല്ല, ദേ ആർ നോട്ട് ദ എലമെന്ററി പാർട്ടിക്കിൾസ് അല്ലേ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറയുന്നതാണ്. നമുക്കറിയാം ലെപ്റ്റോൺസ്, അതായത് നമ്മളുടെ ഇലക്ട്രോൺസ്, മ്യൂയോൺസ്, ഇവരെല്ലാം എന്താണ്? എലമെന്ററി പാർട്ടിക്കിൾസ് ആണ്. അവരെ നമുക്ക് ഫെർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഹാഡ്രോൺസ്, അതായത് നമ്മുടെ വേരിയോൺസ്, മീസോൺസ് ഒന്നും എന്തല്ല? എലമെന്ററി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് അല്ല. അപ്പൊ അവരെന്താണ്? ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സെർട്ടൻ കോക്സ് അല്ലെ? കുറച്ച് കോക്സ് കൊണ്ടാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മോഡൽ, നമ്മൾ ഈ 8-fold വേ വെച്ചിട്ട് നമുക്ക് ആ കോർക്ക് മോഡലും ഈസിലി പറയാനായിട്ട് പറ്റും. അപ്പൊ ഇപ്പൊ നമുക്ക് കുറച്ചൊക്കെ അറിയാം എന്താണ് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഒക്കെ നമുക്കറിയാം. അതായത് അപ്പ് കോർക്ക്, ഡൗൺ കോർക്ക്, സ്ട്രേഞ്ച് കോർക്ക്, ഈ 3 കോർക്കുകൾ ഇപ്പൊ നമ്മൾ ഈ 2 ക്ലാസ്സിലായിട്ട് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ 8-fold വേ വെച്ചിട്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പറയാൻ പോകുന്ന കോർക്ക് മോഡലാണ്. ഇപ്പൊ നമ്മൾ ഇവരുടെ ഈ പാർട്ടിക്കിൾസിനെ അല്ലേ നമ്മൾ എഴുതിയിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ കോർക്ക് സ്ട്രക്ചർ വെച്ചിട്ട് ഈ 3 നമ്മളിപ്പോ ഇന്ന് ചെയ്ത ഈ 3 പാറ്റേൺസ് അല്ലെങ്കിൽ ഈ 3 അറേകളും നമ്മൾ ഇവരുടെ കോർക്ക് സ്ട്രക്ചർ വെച്ചിട്ടും കൂടെ എഴുതും. അതെ, ദാറ്റ് മീൻസ് നമ്മൾ കോർക്ക് മോഡലും കൂടെ എഴുതാൻ പഠിക്കണം. ഓക്കെ, സോ ദാറ്റ് വി ആർ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബട്ട് അതിനു മുന്നേ നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം? ഈ ഹാഡ്രോൺസ് പാർട്ടിക്കിൾസിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പറും ചാർജും ഈ 3 ഇതും, ബേരിയോൺ ഒക്ടറ്റ്, മീസോൺ ഒക്ടറ്റ് ആൻഡ് ബേരിയോൺ ഡീകോപ്ലേറ്റ്, ഇത് 3ഉം നോക്കി വന്നാൽ നമുക്ക് നെക്സ്റ്റ് സിമ്പിൾ ആണ്. So all about for today. Thank you. Thank you. Okay.